സ്വാഭാവികമായിട്ട് ഈ ഇടക്കാലത്ത് ഈ കോൺഗ്രസിന് വന്നിട്ടുള്ള ഒരു നയവ്യതിയാനമുണ്ട്. ഒന്ന് സംഘടിത ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്കിന് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന കോൺഗ്രസ്സുകാർ. അതുകൊണ്ടാണല്ലോ അത് ഈ കോൺഗ്രസിന്റെ പ്രതിനിധി നേരത്തെ വന്ന് ഇവിടെ പറഞ്ഞത് ചിദംബരം ഇവിടെ വന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് CAA ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞെന്ന്. അങ്ങനെയാണെങ്കിൽ ആ ധൈര്യമുണ്ടെങ്കിൽ AICC ആസ്ഥാനത്ത് പത്രസമ്മേളനം നടത്തിയിട്ട് ഉറക്കെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിലല്ലേ പറയേണ്ടത്? അത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ വോട്ട് തട്ടുക, അതോടൊപ്പം തന്നെ എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം സമുദായത്തെ വൈകാരിക പ്രക്ഷുബ്ധയിൽ നിർത്തിക്കൊണ്ട് ആർക്കാണ് വോട്ട് കൂടുതൽ കിട്ടുക, അത് ഇടതുപക്ഷവും അത് തന്നെയാണ് ശ്രമിക്കുന്നത്. ഈ കോൺഗ്രസ് പ്രത്യേകിച്ച് കേരളത്തിൽ അതാണ് ശ്രമിക്കുന്നത്. കാരണം നമുക്കറിയാം അതിനൊരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആദരണീയനായിട്ടുള്ള നേരത്തെ അനിൽ ബോസ് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി നമ്മുടെ നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധി ഭയന്നുകൊണ്ട് അദ്ദേഹം വന്ന് മത്സരിക്കുന്ന ഒരു സ്ഥലം വയനാടാണ്. ശരി, നമുക്ക് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് മറ്റൊരു കാര്യം, ഈ സുപ്രീം കോടതിയിൽ ഇതേക്കുറിച്ചുള്ള ഒരു ഹർജി നിലനിൽക്കുന്ന സമയത്താണ്, അതായത് പരമോന്നത കോടതി ഈ വിഷയം പരിഗണിക്കുന്ന സമയത്ത് തന്നെ ഇത്ര ധൃതി പിടിച്ച് CAA നടപ്പാക്കുക എന്നുള്ള കാര്യം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആ ധൃതിയിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. ഇത് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയായിട്ട് ഉന്നയിക്കുകയാണ്, ഇത് നടപ്പാക്കി കാണിക്കുന്നു ഞങ്ങൾ എന്ന് പറയുന്നു. അതിൽ മറ്റൊരു കാര്യം കൂടി ഒളിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ ഈ 400 എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ വരുന്നു. പോളിംഗ് ശതമാനം കുറയുന്നു. അതുകൊണ്ട് ആ പ്രധാനപ്പെട്ട അജണ്ട അത് നടപ്പാക്കി കാണിച്ചു കൊടുക്കുന്നു. അത് പരമോന്നത കോടതി പരിഗണിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതല്ലേ ഇപ്പോൾ നടന്നിരിക്കുന്നത്? അല്ല, ഇതിനകത്ത് കോടതിയിൽ സ്വാഭാവികമായിട്ട് ഇവർ കൊടുത്തൊരു കേസ് ഇത് ഓൾറെഡി CAA ഇന്ത്യ മഹാരാജ്യത്ത് വന്നു കഴിഞ്ഞൊരു നിയമമാണ്. സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ കോടതിയിൽ നടക്കുന്നുണ്ട്. ഒരു കോടതി 2019 20 മാർച്ച് 11 ചട്ടം വന്ന സമയത്തായിക്കോട്ടെ കോടതി യാതൊരു തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ല. CAA ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ മുസ്ലിം ലീഗും അല്ലെങ്കിൽ മുസ്ലിം മത തീവ്രവാദികളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കോടതിയിൽ കൊടുത്തൊരു കേസ്. ആ കേസ് ഇപ്പൊ പറയാം എല്ലാ കാലഘട്ടം നമുക്കറിയാം. കാശ്മീരുമായി വിഷയമായിക്കോട്ടെ, സ്ത്രീ സംവരണമായി വിഷയമായിക്കോട്ടെ, സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാൻ അന്യായം ഫയൽ ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു നിയമം നടപ്പിലാക്കാൻ പാടില്ല എന്ന് ഒരു സ്ഥലത്തും പറയുന്നില്ല. മാർച്ച് 11 ചട്ടങ്ങൾ വന്നതോടുകൂടി മാർച്ച് 11 ശേഷം ആർക്കൊക്കെയാണോ ഈ അപേക്ഷ കൊടുക്കാൻ സാധിക്കും അവർക്കൊക്കെ അപേക്ഷ കൊടുക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് അതിന്റെ രണ്ടാം ഘട്ടം എന്ന രീതിയിലാണ് ഇത്രയും ആളുകൾക്ക് പൗരത്വം കൊടുത്തിട്ടുള്ളത്. ഇത് BJPയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഇലക്ഷൻ പൊളിറ്റിക്സിനപ്പുറത്തേക്ക് ഈ നമുക്കറിയാലോ ഈ ഇരകളോട് ഈ നമ്മുടെ പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിൽപ്പെട്ട, സിഖ് സമുദായത്തിൽപ്പെട്ട, പാഴ്സി സമുദായത്തിൽപ്പെട്ട പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും വിശിഷ്ട ന്യൂനപക്ഷങ്ങൾ അവർ അനുഭവിക്കുന്ന മതപീഡനങ്ങൾക്കുള്ള ശാശ്വതമായ പരിഹാരം എന്ന രീതിയിലാണ് ഇതിനെ കാണുന്നത്. താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിന് അനിൽ ബോസിൽ നിന്ന് പെട്ടെന്നുള്ള മറുപടി. അനിൽ, നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യം തന്നെയാണ്. BJP പറയുന്നത് ഇതാണ്, ചിദംബരത്തിന് AICC ആസ്ഥാനത്ത് പോയി ഇക്കാര്യം പറയാൻ പറ്റുമോ? ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ CAA റദ്ദ് ചെയ്യുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു കോൺഗ്രസ് നേതാവും അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിട്ടില്ലല്ലോ. അല്ലെ, ഈ മഞ്ജുഷ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാൻ, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, ഈ തെരഞ്ഞെടുപ്പിൽ അതിനെ ചുമതലപ്പെടുത്തിയ ആൾ പരസ്യമായി വാർത്താ സമ്മേളനം തിരുവനന്തപുരത്ത് നടത്തിയാലും ഡൽഹിയിൽ നടത്തിയാലും തമിഴ്നാട്ടിൽ പോയി ചെന്നൈയിൽ നടത്തിയാലും അത് പാർട്ടിയുടെ നിലപാടെന്ന് ആ പാർട്ടിയുടെ നിലപാട് പറയേണ്ട വേദികളിൽ പറഞ്ഞിട്ടുണ്ടെന്നേ വളരെ കൃത്യമായി എല്ലാ മതവിഭാഗങ്ങളെ സംബന്ധിച്ച് കൃത്യമായി നമ്മൾ പറയുന്നുണ്ട്. അനിൽ, തെരഞ്ഞെടുപ്പ് റാലികളിൽ മിണ്ടുന്നില്ലെന്നാണ് കേൾക്കുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. താങ്കൾ പോയിട്ടുണ്ടെന്നാണ് എന്റെ വിചാരം. ഉണ്ടെങ്കിൽ താങ്കൾ തിരുത്തിക്കോളൂ. എല്ലാ റാലികളും ഇവിടെ നിന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. മഞ്ജുഷ, തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ പറയേണ്ടത് എന്താണെന്ന് ഇന്ത്യ സഖ്യത്തെ BJP പഠിപ്പിക്കണ്ട. മനസ്സിലായില്ലേ? BJP ഇന്ത്യ സഖ്യത്തെ എന്ത് പറയണമെന്ന് പഠിപ്പിക്കണ്ട. ഞാൻ ചോദിച്ചോട്ടെ, ഇനി പൗരത്വ നിയമം തന്നെയല്ല മറ്റു ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന കാശ്മീർ പദവി എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒരുപോലെയാണ് എന്ന് വരുത്താനാണെന്നാണല്ലോ ഇവർ പറയുന്നത്. അതുപോലെ പൗരത്വ നിയമം ഈ രാജ്യത്തെ സംബന്ധിച്ച് ഇപ്പൊ സബർമതി ആശ്രമത്തിലെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, പൗരത്വ നിയമത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായി ഒരു കാര്യം ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്തു തുടങ്ങേണ്ടത്? എവിടുന്നാണ് തുടങ്ങേണ്ടത്? എന്താണ് പൗരത്വവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രേഖ? പരിശോധിച്ചിട്ടുണ്ടോ മഞ്ജുഷ്? ഇല്ലെങ്കിൽ പരിശോധിക്കണം. ഒരാളുടെ ജനന സർട്ടിഫിക്കറ്റ് ആണ് അവന്റെ പൗരത്വത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. പൗരത്വ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഒരു പൗരന്റെ ജനനമാണ്. ആ ജനനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. എന്നാണ് ഈ രാജ്യത്ത് ജനന രജിസ്ട്രേഷൻ നിലവിൽ വന്നത്? എന്നാണ് ഈ രാജ്യത്ത് മരണ രജിസ്ട്രേഷൻ നിലവിൽ വന്നത്? അറിയാം. ആദ്യം അത് പരിശോധിക്കും. അപ്പൊ ആ ജനന രജിസ്ട്രേഷൻ ഈ രാജ്യത്ത് നിയമമാകുന്നതിന് മുമ്പ് ഓരോ സംസ്ഥാനങ്ങളിലും സമ്പൂർണ്ണമായി നിയമമായി നടപ്പിലാക്കി അതിനുവേണ്ട ബന്ധപ്പെട്ട സംവിധാനങ്ങളെ ചുമതലപ്പെടുത്തുന്നതിന് മുമ്പ് ജനിച്ച ആളുകൾ എങ്ങനെ പൗരത്വം തെളിയിക്കും?
ഇവിടെ കുടിയേറ്റക്കാരെ അല്ലല്ല ശ്രീ അനിൽ ബോസ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന പൗരത്വമാണിത്. അല്ലാതെ രാജ്യത്തെ ഏതെങ്കിലും പൗരന് പൗരത്വം നഷ്ടപ്പെടുന്ന വിഷയമല്ലല്ലോ ശ്രീ അനിൽ ബോസ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത് അറിയാവുന്നത് കൊണ്ടാണല്ലോ വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മിണ്ടാത്തത് അതുകൊണ്ടാണല്ലോ. അതിനുള്ള മറുപടി പറയൂ. എല്ലാവരും കൂടി കയറി ഇടപെടരുത്. ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടരുത്. കാരണം നമ്മൾ സൂമിലാണ്. ഞാൻ ഇയർഫോൺ പോലും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാവുമെന്നാണ് ഞാൻ കരുതുന്നത്. സാർ നിങ്ങൾ കാര്യങ്ങൾ പറയൂ, വെറുതെ അനാവശ്യമായി സമയം കളയല്ലേ. അല്ലല്ല, അനാവശ്യമല്ല, ഞാൻ കാര്യമാണ് ചോദിക്കുന്നത്. മഞ്ജുഷ് ഗോപാൽ എന്ന് പറയുന്ന വ്യക്തി ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. താങ്കൾ ഇവിടെ ഭൂമിയായിട്ടുള്ള കാര്യമൊന്നും അല്ല ഇവിടെ പറയേണ്ടത്. ഇവിടെ പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഒറ്റ ചോദ്യമേ ഉള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നൊരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. CAA ഇല്ലാതാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന വെല്ലുവിളി ഉയർത്തി ഇത്രയും സമയമായിട്ടും കോൺഗ്രസിന്റെ ഒരു നേതാവിന് പോലും വായനക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ്. ഞാൻ പറഞ്ഞതിന് താങ്കൾക്ക് മറുപടി ഉണ്ടോ? ഇല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ ആദ്യം മറുപടി പറയൂ ശ്രീ മോഹൻ വർഗീസ്.